കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികളാൽ അരുംകൊല ചെയ്യപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും പാകിസ്ഥാൻ നേതൃത്വം കൊടുക്കുന്ന മനുഷ്യത്വഹീനമായ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടും കായംകുളം നഗരസഭ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികളാൽ അരുംകൊല ചെയ്യപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും പാകിസ്ഥാൻ നേതൃത്വം നൽകുന്ന മനുഷ്യത്വഹീനമായ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നും പ്രതിജ്ഞയെടുത്തുകൊണ്ടും കായംകുളം നഗരസഭ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. നിഷ്ഠൂരമായി കൊന്നൊടുക്കിയത് ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ദമ്പതികളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് വരനെ മൃഗീയമായി വെടിവെച്ച് കൊന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ രാമചന്ദ്രനെ സ്വന്തം മകളുടെ മുന്നിൽ വെച്ചാണ് വെടിവെച്ച് കൊന്നത്. ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളായിരുന്ന ഇവരെ വെടിവെച്ച് കൊന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാമെന്നാണ് ഭീകരവാദികൾ ചിന്തിച്ചിരിക്കുന്നത്. പാക് ഭീകരർ പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിച്ചാലും ശരി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടുത്തുയർത്തിയ ഭാരതത്തിൻ്റെ അഖണ്ഡത, ഇന്ദിരാഗാന്ധിയുടെ ജീവൻ നൽകി ഇന്ത്യ കെട്ടിപ്പടുത്ത കോൺഗ്രസിൻ്റെ ഇന്ത്യ, മഹാത്മാഗാന്ധി ജീവരക്തം നൽകി പടുത്തുയർത്തിയ ഇന്ത്യ, രാജീവ് ഗാന്ധി ചിതറിത്തെറിച്ചപ്പോഴും രാജ്യം കെട്ടുറപ്പോടെ പടുത്തുയർത്തിയ ഇന്ത്യ, ഈ ഇന്ത്യയെ തകർക്കുവാൻ ഒരു ഭീകരവാദിക്കും കഴിയില്ല എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പാവപ്പെട്ട വിനോദസഞ്ചാരികളായിട്ടുള്ള ലോകത്തിലെ ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണെന്ന് മുഴുവൻ ജനതയും ലോക ജനത പറയുമ്പോൾ അവിടേക്ക് വിനോദയാത്രയ്ക്ക് പോയ സാധുക്കളായ പാവപ്പെട്ടവരായിട്ടുള്ള ഈ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ അവരെ വെടിവെച്ച് കൊന്ന് അവരുടെ ജീവിത സ്വപ്നങ്ങൾ മുഴുവനാണ് ഇവർ തകർത്ത് കളഞ്ഞത്. നവദമ്പതികളായ ഒരു കുടുംബത്തിൻ്റെ ജീവിത സ്വപ്നങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞു. 6 ദിവസം മാത്രമാണ് ദാമ്പത്യ ജീവിതം അവർക്ക് നയിക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്കെതിരായിട്ടുള്ള രാജ്യ മനസാക്ഷിയുടെ ശക്തമായ ആ ഒരു അഖണ്ഡ യാത്രയ്ക്ക് നമ്മളും പങ്കാളികളാകുകയാണ്. വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കിലേത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ UDF കൺവീനർ AM കബീർ, ഹാഷിം സേട്ട്, വാർഡ് പ്രസിഡന്റ് ഷെരീഫ് കൂട്ടിൽ, ജനറൽ സെക്രട്ടറി സാം ഐസക്, S വിജയനാഥ്, ജെയിംസ് കടവിൽ, Y അബ്ദുൾ റഷീദ്, സയ്യിദ് കോയിക്കിലേത്ത്, ഷറഫുദ്ദീൻ പട്ടൻ്റെ CC മൈക്കിൾ, സണ്ണി കണ്ണങ്കരപ്പടിയിറ്റതിൽ, സമീർ തുണ്ടയത്ത്, സൈഫുദ്ദീൻ ഷിൻസി മൻസിൽ, സമീർ കോയിക്കിലേത്ത് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.